Thank you, Lord Jesus. Hallelujah, hallelujah, hallelujah. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് കർത്താവെ കൂടുവാൻ തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. 366 ദിവസം ഞങ്ങൾക്ക് കർത്താവെ നിന്റെ സന്നദ്ധിയിൽ കടന്നു വരുവാനും ഹല്ലേലൂയ കർത്താവെ ഇന്നത്തെ ഹല്ലേലൂയ മീറ്റിങ്ങിനെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഇന്ന് കർത്താവെ കടന്നു വരുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവെ നിന്റെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഗാന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ ആത്മീയമായി ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവിതത്തിന്റെ വിവിധ മനോവസ്ഥകളായിരിക്കുന്നു കർത്താവെ, ഈ വചന ശുശ്രൂഷ കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നാളുകൾ കർത്താവെ സഭയുടെ അതിരുകളെ വിസ്താരപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ കർത്താവെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നെറ്റിന്റെ ഒക്കെ അല്പ ഇഷ്യൂസ് നമുക്കുണ്ട്, എങ്കിലും ദൈവം അതെല്ലാം നന്നായി ചെയ്യുന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ രാത്രികാലമായിരിക്കാം. തുടർ നിമിഷങ്ങൾ ദൈവത്തെ പാടി ആരാധിപ്പാൻ സമയം കാണാലോ. സ്തോത്രം. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയോട് ആരാധിക്കുമ്പോൾ പ്രിയ നൈജു ബ്രദറെ നമ്മൾ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഒത്തുചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. Praise the Lord. Hallelujah. Thank you, Lord Jesus. Thank you. കേൾക്കാമോ പാസ്റ്ററെ? കേൾക്കാം. വളരെ ക്ലിയർ. Praise the Lord. Praise the Lord. Praise the Lord. ഈ 2022 പ്രാരംഭ ദിനങ്ങളിൽ തന്നെ ദൈവമക്കളുമായി ഒരിക്കൽ കൂടെ ദൈവത്തെ പാടി സ്തുതിപ്പാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് എത്ര കരുണയുള്ളവൻ. ഹല്ലേലൂയ. 2021 അനേകർ ലോകം വിട്ട് മാറിയപ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളെ കൃപയാൽ ഹല്ലേലൂയ നമുക്കൊരു അവസരം കൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ചില പദ്ധതികൾ നമ്മളിലൂടെ വെളിപ്പെടുവാനുള്ളത് ഹല്ലേലൂയ അതിനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 7 അതിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ഹല്ലേലൂയ. എത്ര മനോഹരമായ വാക്യമാണത്. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. എന്താ ദൈവമക്കളെ ദൈവത്തിന്റെ നീതി? ഒരു നീതിക്കും യോഗ്യരല്ലാത്ത, ഒന്നിനും അർഹതയല്ലാതിരുന്ന നമ്മളെ അവന്റെ നീതിയാൽ ഹല്ലേലൂയ ദൈവം നമ്മളെ നീതീകരിച്ചു. ഒരു കണ്ണിന് മുമ്പിലും നാം ദയ തോന്നാതെ ദയ കാണാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവസ്നേഹം നമ്മളെ മാടി വിളിച്ചു. ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചു, നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് ഹല്ലേലൂയ നമ്മൾക്ക് ഈ ഭൂമിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാനുള്ള അവസരം യേശു കർത്താവ് ഒരുക്കി. അതാണ് ദൈവത്തിന്റെ നീതി. ആ നീതിയെ ഓർത്താൽ ഹല്ലേലൂയ എങ്ങനെ നാം അവനെ പാടി സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ അവന്റെ നീതിക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നാം അവനെ സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. അവന്റെ നാമത്തെ നാം ഉയർത്തുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ പാട്ടിൽ ഇങ്ങനെ പറയുന്നു: പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഹല്ലേലൂയ ഭൂവിലാരും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുമപ്പ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ആ മനോഹരമായ ഗാനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അല്ലെങ്കിൽ അതിന്റെ വരികൾ കേൾക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാം.
പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ഞാൻ കണ്ടതാ, അങ്ങേ പിയലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ചേർന്ന് പാടിക്കട്ടെ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം, കൈവിരൽ പീഡിച്ചെന്നെ നടത്തുന്നു. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം, കൈവിരൽ പീഡിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും, താതൻ കൂടെയുള്ളതൻ ആശ്വാസം. താഴെ വീഴാതെ എന്നെ താങ്ങിടും, താതൻ കൂടെയുള്ളതൻ ആശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിന്ദാനമേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിന്ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയേ, കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. എന്നെ നിർത്തിയ നിൻ കരുണയേ, കൃപമേൽ കൃപയാൽ
സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടും അപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടും അപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ, അങ്ങേ പിരിയില്ല എന്നേശുവേ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം പാടിയതുപോലെ ഹല്ലേലൂയ, ഒരിക്കലും നമുക്ക് മറക്കുവാൻ പറ്റാത്ത സ്നേഹം, ഭൂവിൽ ആർക്കും കാണിക്കുവാൻ പറ്റാത്ത ആ സ്നേഹം. ഹല്ലേലൂയ, അവന്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചത് ക്രൂശിലാണ്, തന്റെ ജീവനെ നമുക്കായി നൽകിക്കൊണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹത്തെ ക്രിസ്തു നമുക്കായി ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ, നല്ല ദൈവത്തെ ഒരു ഗാനം കൂടെ നമുക്ക് ചേർന്ന് പാടി കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഒരു പഴയ ഗാനം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന ഗാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണല്ലോ. ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദി
രക്ഷകന് സ്തോത്രം. ഇനിയും തോന്നിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സന്താലാറാധികൾ മനവാറും ധാനെ കുടവാറവല റൂമന വലവാറും ധാന അബ്ദുലമനാറധികൾ മനവാലാന്തോ നൂറോ റൂമോനോ അബ്ദുലമനാറധികൾ മനവാ ഷൈഡാറവന കുടവൽ മനവാറും ധാനെ അബ്ദാലവന റീവല മൂടാറും ധാനാറ കുടവല വലവാറും ധാലവന റൂമന വലവാറും ധാനെ അബ്ദുലമനവാ റീവാനാറധികൾ മനവാ ഷൈഡാന കുടവൽ മനാറ ദീവല മൂടാലാന്തോ നൂറോ ദീവാവാല വൈഡാറന്തൽ അൽവാലവന കുടവൽ മനവാ റീവാന അബ്ദുലമനാറധികൾ മനവാ ഷൈഡാറന്തൽ റീവല മൂടാറും ധാലെ കുടവാറവന റീകൾ മനവാ ഷൈഡാനാറ ദീവല മൂടാറും ധാലെ അബ്ദുലമനവാറും ധാനാറ ഷൈഡാറവന കുടവൽ മനാറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം പാടിയതുപോലെ ഹല്ലേലൂയ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, ഹല്ലേലൂയ, തകർക്കുമെന്ന് ഭീതി മുഴക്കിടുമ്പോഴും, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ നമ്മൾക്ക് ജയം നൽകുന്ന നല്ല കർത്താവിനെ, ഹല്ലേലൂയ, നമുക്ക് ഒരു ഗാനം കൂടെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഒരിക്കൽ യേശു കർത്താവ് യെരൂശലേമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ, എനിക്ക് എത്ര വട്ടം നിന്നെ മറയ്ക്കുവാൻ, നിന്നെ പരിപാലിപ്പാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ആ കരുതുന്ന ആ ചിറകിൻ മറവിൽ ഹല്ലേലൂയ ശരണം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, 91 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അത്യുന്നതന്റെ നിഴലിൽ വസിക്കുന്നവൻ, ഹല്ലേലൂയ, സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നവൻ, ഹല്ലേലൂയ, അവനെ തൊടുവാൻ മറ്റൊരു ശക്തിക്കും കഴിയുകയില്ല. ആ ദൈവത്തിന്റെ പരിപാലനത്തിന് കീഴിൽ, ആ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, നമുക്ക് ചേർന്ന് പാടാം. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മ
എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ തിരുനാമത്തിന് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, മനോഹരമായ രാത്രിയിൽ കർത്താവേ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവേ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ 2-3 പേർ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വരുന്നതിന് മുമ്പേ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ഇവിടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പച്ച, ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ പൊന്നുനാമത്തെ പാടി ആരാധിപ്പാൻ, അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാൻ, ഉയർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. പിതാവേ, ഹല്ലേലൂയ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനവുമായി കർത്താവെ അങ്ങയുടെ മകനെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് വായിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന ആലോചനയുടെ മുമ്പിൽ കർത്താവെ ഹല്ലേലൂയ താഴ്മയുള്ള ഹൃദയത്തോടെ കർത്താവെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഇരുപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പച്ച, ഹല്ലേലൂയ ഞങ്ങളോട് അങ്ങ് സംസാരിക്കും. തുടർന്നുള്ള സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നതിനാൽ സ്തോത്രം. സകലതും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു നജീബ് ബ്രദർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷ സമയങ്ങളായിരുന്നല്ലോ. ദൈവം അനുവദിച്ച നാളെയും പ്രിയ നജീബ് ബ്രദർ കുടുംബമായി നമ്മുടെ ഉണ്ടായിരിക്കുന്നതാണ്. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2022 സിറ്റി ഹാർബർ ഫെലോഷിപ്പ് നാം നടക്കുന്ന ഈ മീറ്റിംഗിന്റെ ആദ്യ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ തുടർന്ന് നടക്കുന്ന മീറ്റിംഗിന്റെ 367 ദിവസം കൂടിയാണല്ലോ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും, ഹല്ലേലൂയ, സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും വേഗം വന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ദൈവം എത്രയോ നല്ലവൻ. ഹല്ലേലൂയ. അതെ, ദൈവം എത്രയോ നല്ലവൻ. എവിടെയും എപ്പോഴും ഉറക്കെ പറയാൻ കഴിയുന്ന ശബ്ദം അതാണ്. ഹല്ലേലൂയ, ദൈവം നല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2021 ഈ ദൈവം നമുക്ക് നല്ലവരായിരുന്നു. അതേ ദൈവ മക്കളെ, 2022 ഈ ദൈവം നല്ലവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം ചുറ്റും കേൾക്കുന്ന വർത്തമാനങ്ങൾ ഭയാനക അനുഭവങ്ങളാ. സ്തോത്രമെങ്കിലും ദൈവം തന്നെ മക്കളെ കൺമണി പോലെ കരുതുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് നടുവിലും നിൽപ്പാൽ കൃപ തന്ന് പോറ്റുന്ന ഒരു നല്ല ദൈവം. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. നാം നിന്നതോ നാം ഹല്ലേലൂയ ആയി ഒന്നുമല്ല, ദൈവത്തിന് മഹാകരുണ. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആകുന്നത് കൃപയാൽ കൃപയാൽ കൃപയാൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ ദൈവജന ശുശ്രൂഷിപ്പാൻ നാം ക്ഷണിക്കുന്ന ദാസൻ പ്രിയ പ്രജിത് മാത്തുരായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ക്ഷണപ്രകാരം മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കോട്ടയം പാമ്പാടി ആസ്ഥാനമാക്കി ഹല്ലേലൂയ സ്തോത്രം ഗോസ്പൽ ആർമി മിനിസ്ട്രിയുടെ ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, അതുപോലെ തന്നെ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് ശക്തമായി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന മനുഷ്യനാണ് ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദേവദാസനെ ഞാൻ ക്ഷണിച്ച ശേഷം പലരും എന്നോട് അഭിപ്രായപ്പെട്ടു, പാസ്റ്ററെ ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനാണ്, ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമില്ല, എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഇന്ന് രാത്രിയിൽ ആ കർത്തൃത്വത്തിന് ഞാൻ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥന രാത്രികാരമായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഒരു വാക്ക് പറയട്ടെ, കേവലം ഞാൻ അത്ര വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു പ്രദർശനമായി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഇടപെടുവാൻ വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. 1 നിമിഷങ്ങൾ ദൈവ സൂക്ഷിക്കായി ആ കർത്തൃത്വം ക്ഷണിച്ചോട് ഞാൻ വാക്കുകളെ വിരമിക്കുന്നു. കർത്താവേ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആണ്ടിന്റെ ആരംഭ സമയങ്ങളിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന്, ഫെലോഷിപ്പിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സന്നിധിയിൽ നിൽപ്പാൻ അടിന്റെ ജീവിതത്തിലും ദൈവം എന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിറ്റി ഹാർവെസ്റ്റ് ഫെലോഷിപ്പിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പ്രിയ ജോൺസൺ പാസ്റ്റർ ഈ ശുശ്രൂഷിക്കാനെ ക്ഷണിച്ചപ്പോൾ ആളിലേക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ദൈവം ചില പദ്ധതിയുമായിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പദ്ധതിയിലേക്ക് ദൈവത്തിന് ചിലരെ കണക്ട് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടെയാണ് നമ്മളെ കർത്താവ് ബന്ധിപ്പിക്കുന്നത്. സ്വതന്ത്രം. അപ്രകാരം ഒരു റിലേഷൻഷിപ്പ്
മക്കളുടെ ദൈവദാസം വിളിച്ചപ്പോൾ തന്നെ എന്റെ ആത്മാവിൽ ഇങ്ങനെ ഉണ്ടാകാനിടയായി തീർന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹമായ നിലയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത് കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായി താൻ അത് ചെയ്തു, തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആളിലെ ഈ ശുശ്രൂഷയിൽ ഇന്ന് സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പലയിടങ്ങളിലാണ് ഇരിക്കുന്നത് എങ്കിലും ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഒരുവനാണ്. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ തന്നു. അവൻ നമ്മളെ ഒരു ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിയിൽ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ നിൽക്കുവാൻ ദൈവം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അന്ത്യകാലമാണെന്ന് നമ്മൾ പറയാതെ തന്നെ നമുക്കറിയാം. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയായി പ്രവർത്തിക്കുവാനുണ്ട്. ഒരു സൈന്യത്തെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അതിനായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അത് ഏത് പട്ടണങ്ങളിലാണെങ്കിലും, ഏത് ഗ്രാമങ്ങളിലാണെങ്കിലും, ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഭാഷാ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ ദൈവത്തിന് വേണ്ടി ആര് നിൽക്കുവാൻ തയ്യാറാകുമോ അവരെ ദൈവം ഉപയോഗിക്കും. അല്ലെങ്കിൽ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്ന അടിയന്റെ ജീവിതത്തിലും ഇപ്രകാരം ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് വരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്നാണ് കർത്താവ് എന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. 6ാമത്തെ മാസത്തിലാണ് എന്റെ അമ്മ എന്നെ പ്രസവിച്ചത്. ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഡോക്ടർമാർ എല്ലാവരും വിധി എഴുതിയതാണ്. ഡോക്ടർമാർ മാത്രമല്ല, എന്നെ കണ്ടവരെല്ലാം ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് എന്നെ അവർ കാണുമ്പോൾ അവർക്ക് ഇന്നും ഒരു അത്ഭുതമായിട്ടാണ് എന്നെ നോക്കുന്നത്. കാരണം ഹല്ലേലൂയ, സ്തോത്രം, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന മുമ്പേ നമ്മെ കണ്ട ഒരു ദൈവമുണ്ട്, നമ്മെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇന്ന് നമ്മളെ നടത്തുന്നത്. ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് പോലും, കർത്താവുമായി ഹല്ലേലൂയ ബന്ധമില്ലാതിരുന്ന സമയത്ത് പോലും നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കരുതുകയും ചെയ്തത് ഇതേ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. നാം യേശുവിനെ അറിഞ്ഞപ്പോൾ മുതലാണ് നമുക്ക് യേശുവിനുമായിട്ട് ബന്ധമുണ്ടായത്. പക്ഷേ നമ്മളുമായി യേശുവിന് ബന്ധമുണ്ടായത് നാം രക്ഷിക്കപ്പെട്ടപ്പോഴോ സ്നാനപ്പെട്ടപ്പോഴോ ഒന്നും അല്ല, മറിച്ച് നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അവൻ മുന്നറിഞ്ഞവരെയാണ് വിളിച്ചത്. സ്തോത്രം ചെയ്യുന്നു. മുന്നമേ നമ്മെ അറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവത്തിന് ഇരിപ്പാൻ ദൈവം കൃപ തന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ ഹാളിലെ സ്തോത്രം, ആത്മാവിന്റെ വലിയൊരു സ്വാതന്ത്ര്യത്തോടുകൂടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധി വചനവുമായി നിൽപ്പാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഒരു വചനം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. എന്നാൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് മറ്റൊരു വചനം എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അത് വായിച്ചൊന്ന് തുടങ്ങുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ ദാസനോട്, അഭിഷേകത്തിനോട് സംസാരിക്കുവാൻ വേണ്ടി എന്ത് ഞാൻ സംസാരിക്കണം കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് തന്നു. അതുകൊണ്ട് അത് വായിച്ച് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. മുപ്പതാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസിയിടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ വായിച്ച് കേട്ട വചനപ്രകാരം ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക. സ്തോത്രം. ദൈവം ചിലത് ഇന്ന് സന്ധ്യയെങ്കിൽ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും നീ പകരണമേ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെയും വേർവഴി തുളച്ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ നിലവാരത്തിൽ ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തെ അങ്ങ് പ്രകാശിപ്പിച്ചു തരണമേ.
പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തെടുപ്പാൻ ആഗ്രഹിക്കും അതിനായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ, രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ, വിടുതലുകൾ ഉണ്ടാകുവാൻ ആളിൽ കർത്താവ് സഹായിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. ഞാൻ എന്റെ സമയം പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്നുള്ള ദൈവവചന പ്രകാരം എല്ലാ പാതാള ഗോപുര ശക്തിയുടെ മേലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ സമയമായി ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം വെളിപ്പെട്ട് വരണമേ, നിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമേ, നിന്റെ ശക്തി അയക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. എഹെസ്കേൽ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ദർശനം കൊടുക്കുന്ന, തന്നെ വിളിച്ചു വേർതിരിക്കുന്ന ദർശനം കൊടുക്കുന്ന ഹാളിലെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ ഒരു വർഷം പറയാണ്, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കെബാർ നദിയുടെ തീരത്ത് പ്രവാചകൻ ഇരിക്കുമ്പോൾ, സ്തോത്രം, 30-ാം ആണ്ടെന്ന് പറയുമ്പോൾ ഏത് 30-ാം ആണ്ടാണ്? സ്തോത്രം. ഇസ്രായേൽ മക്കൾ ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരോട് പ്രവാചകന്മാർ പ്രവചിച്ചു. കുറെ പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞു, 2 വർഷത്തിനകം നിങ്ങളെ യെരുശലേമിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരും. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനായ യിരെമ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത്, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവരികയുള്ളൂ. ഇങ്ങനെ 2 പ്രവചനങ്ങൾ അവർ കേട്ടു. ഇതിലേത് പ്രവചനമാണ് ഏറ്റെടുക്കാൻ എളുപ്പമുള്ളത്? സ്തോത്രം. 2 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്നതാണോ, 70 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്നതാണോ ഏറ്റെടുക്കാൻ എളുപ്പം, സ്വീകരിക്കാൻ എളുപ്പം? സ്വാഭാവികമായും പെട്ടെന്നൊരു വിടുതൽ നടക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ എല്ലാവരും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ജനം അങ്ങനെയാണ് ചെയ്തത്. അവർ ഹല്ലേലൂയ പെട്ടെന്ന് നടക്കുന്ന ദൂതാണ് ഏറ്റെടുത്തത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ യിരെമ്യാവ് എന്ന ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ഹല്ലേലൂയ, അവരുടെ വാക്ക് നിങ്ങൾ വിശ്വസിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് ഇടപെടുന്ന ഒരു ദൂതാണ്. ആദ്യമേ ഇടപെടുന്നു. ഈ 2022-ൽ പല പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകും എങ്കിലും എല്ലാ പ്രവചനങ്ങളും ഹല്ലേലൂയ വിശ്വസിക്കരുത്. കാരണം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്, ദൈവം ചില പ്ലാനോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ഹല്ലേലൂയ കാര്യം നടക്കുന്ന ഹല്ലേലൂയ വചനവും പെട്ടെന്ന് കാര്യം നടക്കുന്ന, വിടുതൽ നടക്കുന്ന കാര്യങ്ങളുമാണ് മനുഷ്യർക്ക് താല്പര്യമുള്ളതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അങ്ങനെ പെട്ടെന്ന് നടത്തി പോകുന്ന ഒരുവനല്ല ദൈവം. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം ചെയ്യുന്നു. ദൈവം ചിലത് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ചിലത് പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ചിലത് പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏത് ദർശനത്തോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു, ആ ദർശനത്തിലെ പൂർത്തീകരണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തക്ക സമയത്ത് നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആലോചന കൈമാറുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ആണ്ടുകൾ കഴിഞ്ഞുപോയി എന്ന് ഭാരപ്പെടേണ്ട, അല്ലെങ്കിൽ നീണ്ടുപോയിരുന്നു എന്ന് ഭാരപ്പെടേണ്ട. ദൈവം തക്ക സമയമാകുമ്പോൾ തന്റെ ആലോചന നിവർത്തിക്കുവാൻ ഇറങ്ങി വരും. അവൻ തക്ക സമയമാകുമ്പോൾ തന്റെ പ്രവർത്തിക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. നീ ഭയപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ വിചാരപ്പെടരുത്. കർത്താവ് പറഞ്ഞ കാര്യം നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വ്യക്തമായൊരു ദൂത്, ബാബേലിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ ജനത്തോട് യിരെമ്യാ പ്രവാചകൻ ആലോചന പറയുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ. സ്തോത്രം ചെയ്യുന്നു. തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ.
ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെ ജനിപ്പിപ്പീൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. നിങ്ങളെ ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാക്കിയ പട്ടണത്തിന് നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യിരെമ്യാവ് പ്രവചിച്ച് പറയുന്നത് നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറയുന്ന പ്രവാചകന്മാർ പറയുന്നതല്ല, ദൈവം നിങ്ങളോട് അരുളിച്ചെയ്യുന്ന അരുളപ്പാട് അല്പം വെയിറ്റ് ചെയ്യുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ചിലരെ നോക്കി ദൈവാത്മാ പറയുകയാണ്, ധൃതി പിടിച്ച ഒരു കാര്യത്തിലേക്ക് നീ പ്രവേശിക്കരുത്. കർത്താവ് നിന്നെ കുറിച്ചിട്ട പദ്ധതിക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. വൈകിയാലും അതിനായി കാത്തിരിക്കണം. ഇന്ന് കർത്താവിന്റെ ആത്മാ പറയുന്നു, കർത്താവിന് അരുളി ചെയ്ത കാര്യം നിവർത്തിപ്പാൻ കർത്താവിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചു. എന്നാൽ എപ്പോഴാണ് അത് സംഭവിച്ചത്? സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അനേക തലമുറകൾ കഴിഞ്ഞ കാലത്തിന്റെ തികവെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഏത് സമയത്ത് യേശു ഈ ഭൂമിയിൽ ജനിക്കണമോ ആ സമയത്താണ് അവനെ ജനിപ്പിച്ചത്. അത്രയും കാലഘട്ടം ഈ പ്രവചനത്തിന് വേണ്ടി ജനം കാത്തിരിക്കേണ്ടി വന്നു. ഇതേപോലെ ഇന്ന് പകൽ ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അനേക പ്രവചന ദൂതുകൾ കേട്ടിട്ട് അതെന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നീ അതിനെ ഓർത്ത് ഭാരപ്പെടാതെ കർത്താവ് നിന്നോട് എന്ത് പറയുന്നുവോ അതനുസരിച്ച് നീ ചുവട് വെക്കുക. തക്ക സമയമാകുമ്പോൾ ദൈവം തന്റെ ആലോചന നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതിനെതിരെ ആരൊക്കെ എഴുന്നേറ്റ് വന്നാലും, ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ അതിനെതിരെ ഉയർന്നു വന്നാലും അതിനൊന്നും ജയിക്കാൻ കഴിയത്തില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയെ നോക്കി വിളിച്ചു പറയുന്നു, ദൈവം പറഞ്ഞ ചില ആലോചനകളുടെ നിവർത്തീകരണങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചില വെല്ലുവിളികളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായി വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവിടെ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടും കർത്താവ് അരുളിച്ചെയ്യാണ്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും എന്നുള്ള നിങ്ങളോടുള്ള എന്റെ വചനം നിവർത്തിക്കുകയുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ അരുളപ്പാട് ദൈവം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവ് പറയുന്നു, 70 വർഷം ആ ഇസ്രായേൽ മക്കളെ ബാബേലിൽ അടിമകളായി കൊണ്ടുപോയി അവരോട് പറഞ്ഞ ആലോചന നിവർത്തിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആലോചന പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ 30-ാമത്തെ വർഷമായപ്പോഴേക്കും സ്തോത്രം ജനത്തിന്റെ മനസ്സ് പതറിപ്പോയി. അവർ നിരാശരായി തീർന്നു. അവർ ഉണങ്ങിയ അസ്ഥികളായി മാറി. അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവർ ഉണങ്ങിയ അസ്ഥി സമാനമായി ആയിത്തീർന്നു. 30 വർഷമേ ആയിട്ടുള്ളൂ. ഇനി ഒരു 40 വർഷം മുന്നോട്ട് പോകാൻ കിടക്കുകയാണ്. അതുകൊണ്ട് അടുത്ത 40 വർഷത്തേക്ക് ഇവർ ജീവിക്കേണ്ടതിന്, ഇവർ ചൈതന്യം പ്രാപിക്കേണ്ടതിന്, ഇവരുടെ മേൽ ഇവരെ ജീവിപ്പിക്കേണ്ടതിന് പ്രവാചകനെ ദൈവാത്മാവിൽ എഴുന്നേൽപ്പിച്ച് സ്തോത്രം അവരുടെ അടുക്കലേക്ക് അയച്ച് ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമായി പുറത്തു കൊണ്ടുവരുവാൻ ആ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചതുപോലെ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ചിലരെ ചൈതന്യം വരുത്തത്തക്ക നിലയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി താഴ്വരകളിൽ അനേകരെ ആത്മാവിൽ ബലപ്പെടുത്തി പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് അഭിഷേകത്തിനെ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് വ്യക്തമായി ഇന്ന് ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഉണങ്ങിയ അസ്ഥികൾ കണ്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ഭാരപ്പെടരുത്. അനേക പ്രശ്നങ്ങളുമായി പ്രതിസന്ധികളുമായി അനേകർ അടുക്കലേക്ക്
അടുക്കലേക്ക് കടന്നു വരും. അനേകർ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കും. എന്നാൽ അവരെ ജീവിപ്പിക്കുന്ന വചനവും ജീവിപ്പിക്കുന്ന അരുളപ്പാടുമായി തന്ന് അത് ദൈവാത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ വീണ്ടും ശക്തമായി വെളിപ്പെട്ടു വരാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് വ്യക്തമായി ആലോചന പറയുന്നു. ഇന്ന് എത്ര പേർക്ക് ദൂതേറ്റെടുക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഏതവസ്ഥയിൽ ഇരിക്കുന്നുവോ ആ അവസ്ഥകളിൽ നിന്ന് ദൈവം നിന്നെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ദൈവം നിനക്ക് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. നീ പഴയ സ്ഥിതിയിൽ ഇരിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ആത്മാവ് സകല ജഡത്തിന്മേലും കടന്നു വന്നിട്ട് ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവാത്മ ജനത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു വലിയ ജീവന്റെ അനുഭവം അവൻ വെളിപ്പെട്ട് വരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആളിലെ ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് വായിക്കുന്ന പോലെ ആളിലെ സ്തോത്രം നിന്ന് വലിയൊരു വെളിച്ചത്തിലേക്ക് ദൈവത്തിന്റെ ജനത്തെ ദൈവാത്മ നടത്തുവാൻ പോവുകയാണ്. ശത്രു നിനക്കെതിരെ വാദിച്ച വാദഗതികളെ ദൈവം തകർത്ത് കളയും. ആത്മാവ്യക്തമായി വിളിച്ചു പറയുന്നു, പിശാച് ആളിലെ കഴിഞ്ഞ ചില നാളുകളായി പോരടിച്ച് വെല്ലുവിളിച്ച് ഒതുക്കി വെച്ച ചില കെട്ടുകളെ പൊട്ടിച്ച് ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. ആള് ജീവിപ്പിക്കുന്ന അനുഭവത്തിലേക്ക്, ചൈതന്യം വരുത്തുന്ന അനുഭവത്തിലേക്ക്, ശക്തീകരിക്കുന്ന അനുഭവത്തിലേക്ക്, ബലപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ദൈവാത്മത്തിനെ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഇന്ന് ആ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവന്റെ ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവൻ ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ശക്തിപ്പെടുവാൻ, ആത്മാവിന്റെ നിറവോടുകൂടെ ആത്മാവിൽ പുറപ്പെടുവാൻ തക്കവണ്ണം ഒരു ചൈതന്യം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. 30 വർഷമായപ്പോൾ ഉണങ്ങിയിരിക്കുന്ന അസ്ഥിയായി തീർന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ പുറത്തെടുക്കുവാൻ യെഹെസ്കേലിന് ദൈവം ദർശനങ്ങളെ കൊടുത്തു, ദിവ്യ ദർശനങ്ങളെ കൊടുത്തു. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നത് ആമേൻ, സ്വർഗീയമായ ദർശനങ്ങളെ, ദിവ്യമായ ദർശനങ്ങളെ പകർന്നു തന്ന് ആ ദൈവാത്മാ നമ്മെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കണ്ണുകളെ ഒന്ന് തുറന്ന് ആളിലെ സ്തോത്രം ചെയ്യുന്നു. കണ്ണുകൊണ്ട് കാണുന്ന ദർശനം മാത്രമല്ല, ആത്മീയമായി ഗ്രഹിക്കത്തക്ക നിലയിൽ ചില വ്യക്തമായ ചില ദൈവിക ദർശനങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ദർശനമുള്ള ഒരു തലമുറ എഴുന്നേൽക്കണം. ദർശനമുള്ള ഒരു കൂട്ടം എഴുന്നേൽക്കണം. ആമേ. ദൈവിക ദർശനങ്ങളെ നഷ്ടപ്പെടുത്തി സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് ആളിലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടത്തിന് നടുവിൽ ആളിലെ സ്വന്തം ദുരുപദേശങ്ങളുമായി, ആളിൽ പലവിധ ഉപദേശങ്ങളുമായി ജനത്തെ തെറ്റിച്ച് കളയുന്ന സാത്താന്റെ തന്ത്രങ്ങളുടെ നടുവിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ദൈവിക ദർശനമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനായി ഈ കൂട്ടായ്മയെയും ദൈവാത്മാവ് തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് ഇന്ന് ആത്മാവ് ഉറപ്പ് പറയുന്നു. അൽപാരഹസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി, ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയും? നീ നിലവിളിക്കുന്നുവെങ്കിൽ നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. ആളിലെ സ്തോത്രം. ഏലിയാവിന്റെ കാലത്ത് ആളിലെ രാജ്യം മുഴുവൻ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി. സത്യദൈവത്തെ വിട്ടിട്ട് വിഗ്രഹങ്ങളെ സേവിക്കുവാനും അന്യ ദൈവങ്ങളെ സേവിക്കുവാനും ആളിലെ അധികാരികൾ ഉൾപ്പെടെയുള്ളവർ, രാജാവ് ഉൾപ്പെടെയുള്ളവർ ആളിലെ സ്തോത്രം അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിന്റെ ഹൃദയത്തിനകത്ത് ഒരു തീ കത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ഇതേപോലെ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് ദൈവാത്മാവ് ചിലത് പകരാൻ പോവുകയാണ്. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. മൗനമായി ഇരിപ്പാനല്ല ദൈവം നിന്നെ വിളിച്ചത്. സ്വത്രം. ആളിലെ സ്വത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ഒതുങ്ങിയിരിക്കാനല്ല, എഴുന്നേറ്റ് ചിലതിനോട് സംസാരിക്കുവാൻ, എഴുന്നേറ്റ് പറയുവാൻ, എഴുന്നേറ്റ് ആലോചന കൈമാറുവാൻ, രാജ്യങ്ങളോട് പ്രവചിക്കുവാൻ, ദേശങ്ങളോട് പ്രവചിക്കുവാൻ, രാജാക്കന്മാരോട് പ്രവചിക്കുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് ആ അഭിഷേകം ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ അകത്തൊരു അഭിഷേകമുണ്ട്, നിന്റെ അകത്തൊരു തീയുണ്ട്. അത് കത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു ആത്മാവിന്റെ ജ്വലന ഈ കൂട്ടായ്മയിൽ വെളിപ്പെട്ട് വരുന്നതായിട്ട് ദൈവാത്മാവിനോട് ഇടപെടുന്നു. അനേകരെ ജീവിപ്പിക്കാൻ പോവുകയാണ്, അനേകരെ ചൈതന്യം വരുത്തുവാൻ പോവുകയാണ്, അനേകരെ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. അടകന ശകനഘടക
ഇന്ന് നീ ക്ഷീണിച്ചിരിക്കുകയാണോ? ഇന്ന് നീ തളർന്നിരിക്കുകയാണോ? ഇന്ന് നീ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് ഹാളിലെ സ്വോത്രം ഏത് വിഷയത്തിനകത്ത് നീ കുടുങ്ങിയിരിക്കുകയാണോ? അതിന്റെ നടുവിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് ആ കെട്ടുകൾ അഴിയപ്പെടട്ടെ. അന്യായമായി ഒതുക്കി വെച്ച അന്യായ ബന്ധനങ്ങളെ ദൈവം ഇന്ന് പൊളിച്ചു മാറ്റുന്നു. ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി കർത്താവ് വാഗ്ദത്തം ചെയ്തുവെങ്കിൽ ആളിലെ സ്തോത്രം ചെയ്യുന്നു. ചില ബന്ധനങ്ങളെ പൊട്ടിച്ച് ദൈവം ചില പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അടകനകരകം ശവനപരകരം ധനകരകരകം ശമ്പന ഹത്തുനി ജഗന ഋഗക്ഷസ്യ. ഏത് മേഖലയിലാണോ നീ ഒതുങ്ങിപ്പോയത് അവിടെ നിന്ന് തന്നെ ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. ഏത് മണ്ഡലത്തിൽ നിന്ന് നിരാശപ്പെട്ടു അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. എവിടെയാണോ നീ ക്ഷീണിച്ചു പോയത് അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. നീ തളർന്നിരിക്കാനുള്ളവനല്ല, നീ മടുത്തു പോകാനുള്ളവനല്ല, നീ ക്ഷീണിച്ചു പോകാനുള്ളവനല്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തി ഒന്ന് പുതുക്കിക്കൊണ്ട് ആത്മാവിലൊന്ന് ബലപ്പെട്ടുകൊണ്ട് നീ എഴുന്നേറ്റുക. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവാത്മ ദൂത് കൈമാറുമ്പോൾ തന്നെ ഒരു പുതിയ ശക്തി ദൈവാത്മ നമ്മുടെ മേൽ കൈമാറുകയാണ്. യേശുവിൻ നാമത്തിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങൾക്കകത്തേക്ക്, വ്യക്തികളിലേക്ക് ആത്മാവിന്റെ ജീവൻ ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. വചനം അയക്കുമ്പോൾ ആ വചനത്തോടു കൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നാം സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തി വ്യാപരിക്കുക തന്നെ ചെയ്യും. ഇന്ന് നാളെ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവശക്തി അത് വ്യാപരിക്കട്ടെ, വ്യാപരിക്കുന്നുണ്ട്. അടകനകരകം ധിനകരകടകം അതിരകൾ ശബ്ദന ഹസ്യാൻ ദുരാധികം നിന്നെ ലജ്ജിപ്പിക്കുവാൻ ശത്രു നോക്കിയ പദ്ധതികളെ ദൈവം പൊളിക്കാൻ പോവുകയാണ്. ആളിലെ ഹാമാന്റെ പദ്ധതികളെ പൊളിച്ചതുപോലെ ദൈവാത്മ പറയുന്നു, ദൈവജനത്തിന്റെ ആളിലെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തെ തകർത്തു കളയുവാൻ, അവരെ ഒരാളെ മാത്രമല്ല സകലരെയും തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ചില പദ്ധതികളെ ദൈവം പൊളിച്ചുകൊണ്ട് ദൈവജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവസഭയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആള് ഹാമാൻ പദ്ധതിയുള്ളതുപോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർത്ത് കളയുവാൻ, നിന്റെ ശുശ്രൂഷമനെ തകർത്ത് കളയുവാൻ, നിന്റെ ജീവിത മേഖല തകർത്ത് കളയുവാൻ ശത്രു ഇട്ട പദ്ധതികളെ ദൈവാത്മ പൊളിച്ചു മാറ്റി ആള് ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അടകന ഘനകര കശവന ഘടകസ്യാനക ഇതിനകത്തിരിക്കുന്ന പലരും ആളിൽ ഇന്ന് വളരെ ഭാരപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവാത്മ പറഞ്ഞു, ഇല്ല, നീ ഭാരപ്പെടേണ്ട. ശത്രു നിനക്കെതിരെ ഇട്ട പദ്ധതികളെ ദൈവം പൊളിച്ചു മാറ്റുകയാണ്. അടകന കശവന ഒറ്റ വചനത്തിൽ കൂടെ അയാൾ പ്രവാചകം പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ അസ്ഥിയോട് വന്ന് ചേർന്നു. ആള് ഇന്ന് ദൈവം ചിലതിനെ ചേർക്കാൻ പോവുകയാണ്. തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങളെ ദൈവാത്മ പണിതെടുക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. തകർന്നിരിക്കുന്ന ചില ജീവിതാനുഭവങ്ങളുമായി ഈ വചനം കേൾക്കുന്ന ചിലരുണ്ട്. ദൈവാത്മ വ്യക്തമായി പറയുന്നു, നിന്റെ ജീവിതത്തെ ദൈവം പണിയാൻ പോവുകയാണ്. അസ്ഥിയോട് വന്ന് ചേർന്ന പോലെ ദൈവം ചിലതിനെ ചേർത്ത് പണിയാൻ പോവുകയാണെന്ന്. അകന്നു പോയ ചിലതിനെ, ബന്ധം നഷ്ടപ്പെട്ടു പോയ ചിലതിനെ, അകന്നു നിൽക്കുന്ന ചിലതിനെ ആളുകൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചേർത്ത് പണിയുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കൈമാറുകയാണ്. ശബന ശകന ഘടക ശകനി അടകന ഹർക്കന ആമേൻ. ലാസറിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായി തീർന്നു. ഈ ഹാളിലെ സ്തോത്രം കർത്താവ് ഹാല് കഴിഞ്ഞ ദിവസം എന്നോട് ഇടപെട്ട ദൂത് ഇതാണ്. ആള് ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തും. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ 2022 ദൈവജനത്തിന്മേൽ, ദൈവസഭകളുമേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോവുകയാണ്. ആളിൽ സ്തോത്രം ചെയ്യുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന തകർന്നു പോയ മണ്ഡലത്തിൽ ആളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വരുവാനിടയായി തീരും. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്നുള്ള വചനപ്രകാരം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നീ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും
സന്തോഷിക്കുകയും ചെയ്യത്തക്ക നിലയിൽ കർത്താവ് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഇന്ന് നിനക്ക് ആനന്ദമില്ല, ഇന്ന് നിനക്ക് സന്തോഷമില്ല, നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ, നിന്റെ ആനന്ദത്തെ ഇല്ലാതാക്കിയ ശത്രുവിന്റെ പന്തുകളെ പൊളിച്ചു മാറ്റി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ആളിലെ സ്തോത്രം, ഒരു ജയത്തിന്റെ അനുഭവം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ആളിലെ സ്തോത്രം, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ലജ്ജിപ്പിക്കുവാൻ ശത്രുവിട്ട പദ്ധതികൾ ഇന്നവർ പൊളിയട്ടെ. കുടുംബങ്ങളെ ലജ്ജിപ്പിക്കുവാൻ, തലമുറകളെ ലജ്ജിപ്പിക്കുവാൻ, സഭകളെ ലജ്ജിപ്പിക്കുവാൻ ശത്രുവിട്ട പദ്ധതികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് തകർന്നു മാറട്ടെ, തകർന്നു മാറട്ടെ, തകർന്നു മാറട്ടെ. ഒരു ഉണങ്ങി അസ്ഥിയാക്കി തീർക്കുവാൻ ശത്രു എന്ത് ചെയ്തുവോ അതിനെ തിരിച്ചെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെട്ട് വരികയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളായി, ചില വർഷങ്ങളായി നിന്നെ ഒതുക്കി ഒരു അസ്ഥി കൂമ്പാരമാക്കി തീർത്ത ജീവിതത്തിനകത്തുനിന്ന് ഒരു തിരിച്ചുള്ള ഒരു പണി ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചെയ്യുന്നു. ഈ വചനം ഏറ്റെടുക്കുന്നു. സ്തോത്രം ചെയ്ത് ദൈവാത്മാ ചില പണികളെ നടത്തുന്നു, അകത്ത് ചില പണികൾ നടത്തുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവിനോട് വ്യക്തമായി പറയുന്നു, അകത്തെ മണ്ഡലത്തിൽ നമ്മുടെ ഇന്നർ മനുഷ്യനിൽ ദൈവാത്മാവ് ചില പണികൾ നടത്തുവാൻ പോകുകയാണ്. വ്യക്തമായ ചില ഇടപെടലുകൾ ഉണ്ടാക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മറിയായെ ഗർഭവതിയായെന്ന് കണ്ടപ്പോൾ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ യോസേഫ് പദ്ധതി ഇട്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു എന്ന് സ്വപ്നത്തിൽ കൂടെ അവനോട് സംസാരിച്ചു. സ്തോത്രം, സ്തോത്രം. അകത്തൊരു പണി ഒന്ന് നടന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തവൻ അവളെ ചേർത്തുകൊള്ളുവാനിടയായി. സ്തോത്രം. ഇപ്രകാരം ദൈവാത്മാവ് ചില പണികൾ നടത്താൻ പോകുകയാണെന്ന് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ആരൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയാണ് ഇതിനകത്ത് കൈമാറുന്നത്. ഞാൻ വ്യക്തിപരമായ ഈ വിഷയങ്ങളൊന്നും തൊട്ടെടുത്ത് പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് നിങ്ങളോടുള്ള ദൂതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുത്തോണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത്. അസ്ഥിയോട് വന്ന് ചേർന്നത് പോലെ ഇതെന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥി, മാംസത്തിൽ മാംസം എന്ന് പറഞ്ഞുകൊണ്ട് ആദാം ഹവ്വായെ ചേർത്തുവെങ്കിൽ ആ അസ്ഥികളെ ചിതറിച്ചു കളഞ്ഞ ആ പോരുകളെ ദൈവം അഴിച്ച് ഇസ്രായേൽ ജനത്തെ വീണ്ടും മടക്കി കൊണ്ടുവന്നതുപോലെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ദൈവം പണിതെടുക്കാൻ പോകുകയാണ്. തകർന്നു പോയ ചില അനുഭവങ്ങളെ ദൈവം പണിതെടുക്കാൻ പോകുകയാണ്. തകർന്നു പോയ ഹാളിലെ സ്തോത്രം, നിന്റെ ഭാവി, തകർന്നു പോയ നിന്റെ ശുശ്രൂഷ, തകർന്നു പോയ നിന്റെ തലമുറ, തകർന്നു പോയ ഏതൊക്കെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ദൈവം അതിനെ പണിതെടുക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവിക ദർശനം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. അവൻ ദിവ്യമായ ചില ദർശനങ്ങളെ ദൈവം നിനക്ക് തരാൻ പോകുന്നു. അന്ത്യകാലത്തെ ഉണർവിനായി ദൈവം ഒരു കൂട്ടം സൈന്യത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു ദർശനമുള്ള തലമുറയായി, ദർശനമുള്ള ഒരു വ്യക്തിയായി നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിന്നെ വിളിച്ച വിളി ശ്രേഷ്ഠമാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് ആ തിരഞ്ഞെടുപ്പിന്മേൽ ആത്മാവ് വീണ്ടും ശക്തിയോടെ ഒന്ന് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ആഴമേറിയ അവൻ ചില അനുഭവങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുവരാൻ പോവുകയാണ്. ജോർജ് എന്ന് പറയുന്ന ദൈവാസനോട് ദൈവാത്മാ പറയും, നിന്റെ ജീവിതത്തെ പണിതെടുക്കുക മാത്രമല്ല, അനേകർക്ക് ഒരു അനുഗ്രഹമാകത്തക്ക നിലയിൽ ഞാൻ നിന്നെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ മുന്നിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് നീ പല വിഷയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനോട് ഇടപെടുന്നു. കരച്ചിലും മാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന, രട്ടടിച്ച് വിലാപത്തെ അർത്ഥമാക്കി രട്ടടിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ജീവിതത്തെ കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണെന്ന് വ്യക്തമായ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യായമായ സകല കെട്ടുകളും അടിയപ്പെടട്ടെ. അടകല ജഗന കരകക്ഷസ്യാനുക അവൻ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതായ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് തകർന്നു മാറട്ടെ. ദൈവാത്മാവിനോട് പറയും, ഇതിനകത്ത് വിവാഹ സംബന്ധമായി ഭാരപ്പെടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ചില മറുപടികളെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചില വിഷയങ്ങൾക്ക് മറുപടി വരുന്നു. അവൻ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെട്ട് വരും. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ദൈവം ചിലതിനെ ഉളവാക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. പെട്ടെന്ന് ചില ഡെലിവറൻസുകൾ നടക്കുവാൻ പോവുകയാണ്. സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ സ്തോത്രം ചെയ്യുന്നു. ശബനഘടക ശാനക ആമേൻ. ഹാലലിയ സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് നടക്കുവാനുള്ള ആലോചനകളുമുണ്ട്. അല്പകാലം കഴിഞ്ഞ് നടക്കുവാനുള്ള ആലോചനകളുമുണ്ട്. ഇത് രണ്ടും നമ്മൾ വിവേചിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ ആളിലെ സ്തോത്രം ചെയ്യുന്നു. അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഭാര്യ ആളിലെ സ്തോത്രം നിനക്കൊരു മകനെ പ്രസവിക്കും, സാറായിൽ നിന്ന് തന്നെ നിനക്കൊരു മകൻ ജനിക്കുമെന്ന് ദൈവം അവനോട് പ്രവചിച്ചു പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതേപോലെ തന്നെ നാലാം തലമുറയെ കുറിച്ചും ദൈവം പ്രവചിച്ചു. സ്തോത്രം ചെയ്യുന്നു. മോശയുടെ കാലഘട്ടത്തെ കുറിച്ചും ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് എത്തുന്ന കാര്യങ്ങളെ കുറിച്ചും ദൈവം അബ്രഹാമിനോട് പ്രവചിച്ചു. അപ്പൊ ഈ രണ്ട് പ്രവചനങ്ങളും താൻ കേട്ടിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ തന്റെ കണ്ണുകൊണ്ട് കാണുന്ന പ്രവചനവും തന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കുന്ന പ്രവചനവും താൻ കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയട്ടെ, ഈ രണ്ട് രീതിയിലും ദൈവം ഇടപെടും. ഇത് ഏതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി നമ്മളാണ് ചുവടുകളെ വെക്കേണ്ടത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ 30ാമത്തെ വർഷം എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച 70 വർഷത്തിലെ 30ാമത്തെ വർഷമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി ഒരു 40 വർഷം മുന്നിലേക്ക് അവർക്ക് ജീവിക്കുവാനുണ്ട്. പക്ഷെ 40 വർഷം ജീവിക്കുവാൻ അവർക്ക് കഴിയാതെ വണ്ണം അവർ ഇപ്പോൾ തന്നെ പ്രത്യാശയില്ലാത്തവരായി നിരാശരായി ഇരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവരുടെ നിരാശകളെ മാറ്റി അവരെ ഒന്ന് ബലപ്പെടുത്തി അവരെ ഒന്ന് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ധൈര്യത്തോടെ അവർ ആലയം പണിയാനുള്ളവർ അതിനകത്തുണ്ട്, മതിൽ പണിയാനുള്ളവർ അതിനകത്തുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ളവർ അതിനകത്തുണ്ട്. പക്ഷെ ഇവരെല്ലാം നിരാശരായിട്ടിരിക്കുക. ഇന്ന് ദൈവത്തിന്റെ ദാസനെ ദൈവാത്മാവ് പറയുന്നു, ഇപ്രകാരമുള്ള അനേക ശുശ്രൂഷകൾക്ക് വേണ്ടി പലരെയും ദൈവം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പലരും നിരാശയിലാണ്, പലരും ദുഃഖിച്ചിരിക്കുന്നു. അവരുടെ ദുഃഖങ്ങളെ മാറ്റി അവരെ ജീവിപ്പിക്കുന്ന ഒരാത്മാവിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണെന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ചിലത് ജീവിച്ചു വരും. മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ മേൽ ആത്മാവ് വരികയും അവളുടെ ഉള്ളത്തിൽ ഗർഭത്തിൽ പിള്ള തുള്ളുകയും ചെയ്തു. അല്ലെ, ഒറ്റ വന്ദനം പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ജീവിച്ച് പുറത്തു വന്നു. സ്വത്രം ചെയ്തു. അങ്ങനെയെങ്കിൽ സ്വത്രം അധികമൊന്നും വേണ്ട. നിന്റെ വാക്ക് കേൾക്കുന്നവർ ജീവിക്കാൻ പോവുകയാണ്. നീ കാല് ചവിട്ടുമ്പോൾ വിടവ് നടക്കാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ വിടവ് നടക്കാൻ പോവുകയാണ്. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവ് നിന്നെ ശക്തീകരിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നിന്നെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, കർത്താവ് ചിലത് പ്രാപിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. നീ നോക്കുന്നിടത്ത് വിടവ് നടക്കാം, നീ കാണുന്നിടത്ത് വിടവ് നടക്കാം. നിന്റെ ജീവിതത്തെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആക്കി തീർത്തുവെങ്കിൽ ലോകത്തിന് വിടുതലാകത്തക്ക നിലയിൽ, അനേകർക്ക് രക്ഷയാകത്തക്ക നിലയിൽ, അനേകർക്ക് സന്തോഷം കൊടുക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് നിന്നെ പണിതെടുക്കും. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല കാര്യം. ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം ചെയ്യുക തന്നെ ചെയ്യുക. അതിനെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ജീവിതത്തെ തകർത്ത് കളഞ്ഞ പൈശാചിക മണ്ഡലങ്ങളെ വെട്ടിക്കളഞ്ഞുകൊണ്ട് പുറത്തു വരുവാൻ തക്കമാണ്. ചിലതിനെ ഇടിച്ച് പുറത്തു വരുവാൻ തക്കമാണ്. ചിലത് തകർത്ത് പുറത്തു വരുവാൻ തക്കമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ ശക്തിയെ നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ബാലിന്റെ ബലിപീഠത്തെ ഇടിച്ച് അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞ് ഗിദെയോൻ എഴുന്നേറ്റ് വന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 300 പേർ അവനോട് ചേർന്ന് വന്നു. സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായി ഒരു കൂട്ടത്തെ അഭിഷിക്തന്റെ കൂടാരത്തിൽ ശുശ്രൂഷ നടത്തി വെളിപ്പെടുത്തുമെന്ന് ദൈവം ആലോചന കൈമാറുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗിദെയോനും കൂടെയുള്ള 300 പേരും ദേശത്തെ പിടിച്ചടക്കിയതുപോലെ ദേശത്തെ പിടിച്ചടക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഇതിനകത്ത് പല ഗിദെയോന്മാർ ഇരിപ്പുണ്ട്, പലരും ഇരിപ്പുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ചെയ്യുന്നു. അവർ പലപ്പോഴും സ്വന്തം വിഷയങ്ങളിൽ, വ്യക്തിപരമായ വിഷയങ്ങൾക്കകത്ത് അകപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാനാണ് ഗിദെയോൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവം അവനെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിച്ചത് ബാലിനെ വെട്ടി, അശേരാ പ്രതിഷ്ഠയെ വെട്ടി ഒരു സൈന്യവുമായി പുറപ്പെട്ടു ചെന്ന് സ്തോത്രം ചെയ്യുന്നു. മിദ്യാനിനെ കീഴടക്കി ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുവാനാണ് ദൈവം
അവനെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല താൻ ചെയ്യുന്നത്. താൻ ഇപ്പോൾ ഹാളിൽ തനിക്കുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ ഹാളിൽ ഒളിച്ചും പാത്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒളിച്ചും പാത്തും കാര്യങ്ങൾ ചെയ്യുന്ന തലത്തിൽ നിന്ന് ഹാളിൽ അനേകരുടെ നടുവിലേക്ക് ദൈവം തന്നെ നിർത്താൻ പോവുകയാണ്. നീ പണിയുന്ന യാഗപീഠത്തിൽ കൂടെ അനേകർ ഹാളിൽ അത്ഭുതം കാണാൻ പോവുകയാണ്. ഇതേവനൊരു യാഗപീഠം പണിതുപോലെ ദൈവാത്മാ പറയുന്നു, നീ ഒരു യാഗപീഠം പണിയാൻ പോവുകയാണ്. ദൈവം നിന്നെ കൊണ്ട് പണിയിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ലെന്ന് യേശു പറഞ്ഞുവെങ്കിൽ, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് സഭയെ പണിയിപ്പിച്ചെങ്കിൽ ഇന്നും ആ പണി ചെയ്യുന്ന ദൈവാത്മാ പറയുന്നു, നിനക്ക് ചില പണിയുണ്ട്. നിന്നെ ചില വിളിച്ചിരിക്കുക പണിക്ക് വേണ്ടിയാണ് കേട്ടോ. ആമേൻ. അർഗഷ മനക ഋഗജ ഋഗതിയെ അർത്ഥന ഋഗസി. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാവിനോട് ഇടപെടുന്ന ദൂത് ഇന്ന് ദൈവാത്മാവ് നമ്മോട് കൈമാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാ എന്ന് പറയും 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 9-10 വാക്യങ്ങൾ, പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നുവെന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. സ്തോത്രം. ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലതിനെ പണിയുവാൻ, ചിലതിനെ നടുവാൻ, ചിലതിനെ നിർമൂലമാക്കുവാൻ, ചിലതിനെ പൊളിക്കുവാൻ, ചിലതിനെ നശിപ്പിക്കുവാൻ, ചിലതിനെ ഇടിച്ചു കളയുവാൻ. ഹാളിലെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ജാതികളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ജാതികളുടെ മേൽ ഒരു പണിയുണ്ട്, രാജ്യങ്ങളുടെ മേൽ ഒരു പണിയുണ്ട്. അനേകർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകരെ നേടിയെടുക്കുവാൻ, ഹാളിൽ പൊളിക്കേണ്ടതിനെ പൊളിക്കുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ, ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ വായിൽ തന്റെ വചനത്തെ നൽകി തന്ന് ഹാളിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വചനവുമായി നീ എഴുന്നേറ്റുക. ഓ റബന ഷഗന ഋഗന ഋഗജ ഋഗശാൻ. ആമേൻ. ദൈവം തരുന്ന വചനവുമായി, ദൈവം തരുന്ന ദൂതുമായി നീ എഴുന്നേറ്റുക. കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ വായിൽ ആ തീ ഒന്ന് കത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യിരെമ്യാവിന്റെ വായെ ദൈവത്തിന്റെ സ്തോത്രം ദൂതൻ വന്നിട്ട് യഹോവ കൈനീട്ടി അവന്റെ വായെ തൊട്ടതുപോലെ ഇന്ന് നമ്മുടെ അതരത്തെ കർത്താവ് തൊടട്ടെ. കേൾക്കുന്ന ഓരോരുത്തരുടെ അതരത്തെ ദൈവം ഒന്ന് തൊടട്ടെ. അടബന രഗനവേഷ. നിനക്ക് ബലമില്ലാതിരിക്കുക, നീ ബാലനെന്ന് നീ പറയുന്നുണ്ടായിരിക്കുക. പക്ഷേ ഹാളിലെ ഇന്ന് കർത്താവ് പറയുന്നു, അവൻ നിന്നെ ബലപ്പെടുത്തിയാൽ നീ ബാലനല്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവൻ നിന്നെ ശക്തീകരിച്ചാൽ ഹാളിൽ നീ കഴിവില്ലാത്തവനല്ല. അവൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം തൊട്ട് സൗഖ്യമാക്കിയതുപോലെ ഇന്ന് കർത്താവ് തൊടുവാൻ പോകുകയാണ്. അടമാ നഗരക ശാന്തനാരിക ശക്തിയാണ്. അവൻ തൊട്ട് സൗഖ്യമാക്കാൻ പോകുകയാണ്. അല്ലെങ്കിൽ നീ വിശ്വാസത്തോടുകൂടെ നീ ചുവടുകളെ വെക്ക. കർത്താവ് നിന്റെ കരച്ചിൽ കണ്ടിരിക്കുന്നു. ദൈവം നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു. തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ സമയത്ത് ഈ ഹാളിൽ കൂട്ടായ്മക്കകത്ത് വെളിപ്പെട്ട് വരുന്നു. ഹാളിൽ രോഗമായി ഹാളിൽ നീ ബന്ധിക്കപ്പെട്ട് മരണത്തെ കാത്തു കിടക്കുകയാണെങ്കിൽ ആ മരണശക്തികളെ അടിച്ച് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹാളിലെ സ്വത്രം നയീനിലെ വിധവയുടെ മകൻ അവൻ മരിച്ചു പോയിട്ട് അവനെ ഹാളിലെ ചുമന്നുകൊണ്ട് അവർ പട്ടണത്തിന് വെളിയിലേക്ക് കടന്നു വരുമ്പോൾ യേശു അങ്ങോട്ട് ചെന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. സ്തോത്രം ചെയ്യുന്നു. നിന്നെ മരണത്തിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന ചിലതിനെ ദൈവം ഇന്ന് തൊടാൻ പോവുകയാണ്. ചില രോഗശക്തികളെ ദൈവം തൊടാൻ പോവുകയാണ്. നിന്നെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവ് ഇന്ന് തൊടാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവൻ തൊട്ടപ്പോൾ ചുമക്കുന്നവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഏത് രോഗമാണോ നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഏത് ശക്തിയാണോ നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്, ഏത് പ്രതിസന്ധിയാണോ നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇന്ന് കർത്താവ് അതിനെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവൻ തൊട്ടാൽ സൗഖ്യം വരും. സ്തോത്രം ചെയ്യുന്നു. മരിച്ചു കിടക്കുന്നവന്റെ മഞ്ചത്തെ കർത്താവ് തൊട്ടപ്പോൾ അത്ഭുത സൗഖ്യം വെളിപ്പെട്ടു വന്നുവെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ ഒരു സൗഖ്യത്തെ ദൈവാത്മാവ് കൈമാറുകയാണ്. പട്ടുപോയിടത്തുനിന്ന് ആ ഉണങ്ങിയാത്തി ജീവിപ്പിച്ചവൻ, നാറ്റം വെച്ചെന്ന് പറഞ്ഞിടത്തുനിന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്നവൻ ഇന്ന് നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമായി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ.
ഞാൻ ആത്മാവിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, രോഗിയായിട്ടാണ് ഇന്ന് ഈ വചനം നീ കേൾക്കുന്നതെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ കൂടെ ഒരു ദൈവിക സൗഖ്യത്തെ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടുകൂടെ അത് സ്വീകരിക്കുവാൻ തയ്യാറാണോ? കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. അവൻ നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. രോഗബന്ധനം, ഇങ്ങനെ ഒരു വചനം ദൈവാത്മാവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ വചനം ദൈവാത്മാവിനോട് ഇടപെടുകയാണ്. ചിലരുടെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. അടകന രഗജക ശബ്ദന അർഗക്ഷസി അർത്ഥമാനുവക്ഷസി. ഇന്ന് രോഗത്തോടുകൂടെ ഈ വചനം കേൾക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ രോഗബന്ധനം ദൈവം അഴിച്ചിരിക്കുകയാണ്. ഈ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്പസമയം കൂടെ എടുത്തോളാം കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിശ്ചയമായിട്ടും. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം ഒന്ന് പറഞ്ഞ് വേഗത്തിൽ പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ദർശനം, സ്വർഗം തുറന്ന ഒരു ദർശനം, ദിവ്യ ദർശനങ്ങളെ കൊടുത്തു. ആ ദർശനത്തിൽ കൂടെ അനേകായിരങ്ങൾ ജീവിച്ചു വരുവാനിടയിൽ. ഇതേപോലെ ഈ 2022 ചില ദർശനങ്ങളെ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ അനേകായിരങ്ങളുടെ വിടുതലിന് നീ ഒരു കാരണമായി തീരും. സ്തോത്രം. ഇന്ന് ഉണങ്ങിയ അവസ്ഥയിലായിരിക്കാം, ഇന്ന് നിരാശയിലായിരിക്കാം, ഇന്ന് വേദനയിലും ദുഃഖത്തിലും ഒക്കെ ആയിരിക്കാം. അതെല്ലാം മാറാൻ പോവുകയാണ്. ദൈവം ദർശനം നൽകി കഴിഞ്ഞാൽ ആ ദർശനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എങ്ങനെയാണ് ദർശനങ്ങളെ പ്രാപിക്കുവാൻ കഴിയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പ്രസംഗിച്ച് പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ പ്രവചിക്കും. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ സ്വപ്നങ്ങൾ കാണും. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ദർശനങ്ങൾ ഉണ്ടാകും. സ്തോത്രം ചെയ്യും. അങ്ങനെയെങ്കിൽ സകല ജഡത്തിന്മേലും പകരും എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച നാം ഒന്ന് സ്വീകരിക്കുവാൻ തയ്യാറായാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം അഭിഷേകം പ്രാപിച്ചവരായിരിക്കാം, ദൈവകൃപ ലഭിച്ചവരായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അവസാനിപ്പിക്കാൻ അത് ആഗ്രഹിക്കുന്നില്ല. വീണ്ടും പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ഒരു പകർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ താല്പര്യമുണ്ട്? ഒരു ആത്മ പകർച്ച ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. അടകന ശമനഘടക സ്യാനക ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് കണ്ണുകളെ അടച്ച് കരമൊന്ന് ചേർത്തടിച്ച് വായൊന്ന് തുറന്ന് ദൈവസ്ഥാനിലൊന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ, ആത്മാവിലൊന്ന് ആരാധിച്ച് ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കട്ടെ. അവൻ സകല ജഡത്തിന്റെ മേല് എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞവൻ ഇന്ന് നമ്മുടെ മേൽ അത് പകരുവാൻ പോകുകയാണ്. മിനി എന്ന് പറയുന്ന ആ ദൈവദാസിയോട് ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ പുതിയ ചില ആത്മീയ നിറവിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആഴമേറിയ ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. പത്രോസ് വലയിറക്കിയതുപോലെ ചില മേഖലയിൽ നീ വലയിറക്കി കാത്തിരിക്കുകയാണ്. അത് വലിച്ചു കയറ്റുമ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ അത് ശൂന്യമായാണ് കഴിഞ്ഞ രാത്രി വരെ വലിച്ചു കയറ്റിയത്. പക്ഷേ അവന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ ശൂന്യമായല്ല വലിച്ചു കയറ്റിയത്. ഒരു നിറവിന്റെ അനുഭവം ജീവിതത്തിലും കൂടാരത്തിലും വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ആ നിറവിന്റെ അനുഭവത്തെ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. റാണി ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു അസാധാരണമായ ദൈവിക സൗഖ്യത്തെ ദൈവാത്മാവ് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്.
പറയുകയാണ്, ആളുകൾ സ്വത്രം കുടുംബത്തെ മുഴുവൻ തകർത്തു കളയുവാൻ പദ്ധതിയിട്ട ശത്രുവിന് ചില പദ്ധതികളെ തകർത്ത് ഒരു ജയത്തിന്റെ അനുഭവത്തെ ദൈവാത്മ പകരാൻ പോവുകയാണ്. നീ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ ആത്മ പറയുന്നു. ധൈര്യത്തോടെ ഉറച്ചു നിൽപ്പീൻ എന്ന് ദൈവാത്മ പറയുകയാണ്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യാനുള്ള രക്ഷ കണ്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ പ്രകാരം ഒരു വിടുതലിന്റെ കാര്യം കർത്താവ് നീട്ടുമെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനോട് കുടുംബത്തോട് ദൈവാത്മാവാലോചന പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടല്ലോ, അതിന്മേൽ കർത്താവിന്റെ കരം ഇറങ്ങാൻ പോവുകയാണ്. പ്രധാനമായി ഒരു 3 വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാ വ്യക്തമായിട്ട് ആലോചന പറയുന്നു. അർത്ഥനാരികസ്യ ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥനയ്ക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കയറി വന്നത്. കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ആളിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറഞ്ഞ പ്രകാരം ചില മറുപടികളെ ദൈവാത്മാവ് സക്കറിയാവിന് നൽകിയതുപോലെ തന്നെ ഒരു അസാധാരണമായ ചില ദൈവ പ്രവൃത്തികൾ കാണത്തക്ക നിലയിൽ ചില മറുപടികളെ ദൈവാത്മാവ് കൈമാറുകയാണ്. ബിജു എബ്രഹാം എന്ന് പറയുന്ന ദൈവദാസനോട് ദൈവാത്മാവ് പറയുന്നു, കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആത്മാവ് പറയുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവൻ അവന്റെ കരം നീട്ടും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യിരെമ്യാവിനെ വിളിച്ചതുപോലെ വിളിച്ച് വേർതിരിച്ചിരിക്കുക കേട്ടോ. ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലത് പകർന്നു തരും. സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞു, വചനത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ഞാൻ നിന്റെ വചനങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞതുപോലെ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ ആഴത്തിൽ ഇറങ്ങിക്കൊള്ളട്ടെ. ചില മുത്തുകളെ പറക്കി എടുക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. വിൻസി എന്ന് പറയുന്ന സഹോദരിയോട് ദൈവദാസിയോട് ദൈവാത്മാ പറയുന്നു, സ്തോത്രം, നിന്റെ കുടുംബത്തിനകത്ത് ആഴമേറിയ ചില ദൈവപ്രവൃത്തി എനിക്ക് വെളിപ്പെടുത്തുവാനുണ്ട്. ഹല്ലേലൂയ. ചില വ്യക്തികളുടെ വിടുതലിന് വേണ്ടി, ചില ഉദ്ധാരണങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് അസാധാരണമായ നിലയിൽ ചില പ്രവൃത്തികളെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. റമനഘടകക്ഷസി അർത്ഥമാനകക്ഷസിയാനുക ആത്മാവിന്റെ ഇരട്ടി ശക്തി ഏറ്റെടുത്ത് ഏലീശയെ പോലെ മുന്നേറുവാൻ തയ്യാറായിക്കൊള്ളട്ടെ. ചില യോർദാന്റെ അനുഭവങ്ങൾ നിന്റെ മുമ്പിൽ വഴിമാറാൻ പോവുകയാണെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. പുതപ്പെടുത്ത് യോർദാനി അടിച്ചപ്പോൾ അത് 2ആയി പിളർന്നു മാറിയതുപോലെ ചില പുതുവഴികൾ തുറന്നു വരാൻ പോവുകയാണ്. അടമന ജഗന ശിഖന റിബന ജീവന ഹത്തുനിയാരകസ്യ ഷേർലി എന്ന് പറയുന്ന ആ ഡെവിസിലിരിക്കുന്ന വ്യക്തിയോട് ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷേ അവന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ അവന്റെ കരം ഇറങ്ങി വന്നതുപോലെ അവർ അത്ഭുതപ്പെടുന്ന ഒരു ഡെലിവറൻസ് കണ്ടതുപോലെ ദൈവാത്മാ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരും നിങ്ങളും അത്ഭുതപ്പെടത്തക്ക നിലയിൽ ചില പ്രവൃത്തിയുടെ ആഴങ്ങളെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. ശമനാരിയസി അടകാനകക്ഷസ്യ പുഷ്പാമർക്കോസ് എന്ന് പറയുന്ന ആ കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ജീവരന്ധനം ശ്രീകത്തുനാഥകമ്പം അർത്ഥവട്ടം വൈര കട്ടുവാനകക്ഷസ്യമ്പം അർത്ഥനാർഗസ്യ ശിംശോനെ കൈയെ കെട്ടി അവനെ ഹാളിലെ സ്വത്രന്റെ ശത്രുവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിലും യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവന്റെ കെട്ടുകൾ അഴിഞ്ഞ് അവൻ സ്വതന്ത്രനായതുപോലെ ചില കെട്ടുകളെ അഴിച്ച് ഞാൻ നിന്റെ കുടുംബത്തെ വിടുവിച്ച് എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർത്തുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാണ്. അതന ജഗന ശകന യേശുവിൻ നാമത്തിൽ അന്യായമായി കെട്ടുകൾ അഴിയപ്പെടട്ടെ. അർദ്ധല ജഗനക്ഷ ശത്രു കെട്ടിവെച്ച കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദിവചന്തനം ശകരഘട്ടം വാരി അർത്ഥനാർഗക്ഷസ്യാനുക ഉടബൽക്കാനവ വർദ്ധനാർഗക്ഷസി ബാലവർത്തിനി വരിക്കൽകാര ശംതൂനവ ജീവൽപ്പനാർഗക്ഷസ്യാനുക രാജമ്മ ജോർജ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ച ചില വിഷയത്തിന്മേൽ കഴിഞ്ഞ വർഷം തന്നെ വിടുതൽ നടക്കുമെന്ന് കാത്തിരുന്നു എങ്കിലും വിടുതൽ കാണാൻ കഴിയാതെ പോയ ചില വിഷയങ്ങളുണ്ട്. അതിന്മേലുള്ള മറുപടികൾ വേഗത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു.
ഉപവസിച്ച് കാത്തിരുന്നിട്ട് കിട്ടാതിന് ചിലത് ദൈവാത്മാവ് പറഞ്ഞു പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം കരത്തിൽ എത്തിക്കാൻ പോകുകയാണ്. ലതാസണ്ണി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആളിലെ സ്വന്തം നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാല്, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാല്, പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ നിന്നോട് കൂടെ ഉണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുപോലെ ചില മറുപടികളെ ഞാൻ ജീവിതത്തിൽ കൈമാറുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അസാധ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ചിലത് ദൈവം സാധ്യമാക്കാൻ പോകുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ദൈവം വെളിപ്പെട്ട് വരുന്നത്. ആരും ചിന്തിക്കാത്ത സമയത്തായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. പത്രോസ് ഒരിക്കലും ചിന്തിച്ചില്ല. ആളിലെ സ്തോത്രം, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ചിന്തിച്ചില്ല ഇനി ഒരു മീൻപിടുത്തം ഉണ്ടാകുമെന്ന് ചിന്തിച്ചില്ല, അല്ലേ? അതേപോലെ ദൈവാത്മ പറയുന്നു, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. മോളി ചെറിയാൻ ദൈവാത്മ പറയുന്നു, അപ്രകാരം ഒരു പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോയി. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ദൈവ പ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ആമേൻ. ഹാലിൽ സേറ എന്ന് പറയുന്ന ആ ഡിവോഴ്സിലിരിക്കുന്ന കുടുംബത്തെ നോക്കി ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. രേഖാ സംബന്ധമായ ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് മറുപടി തരാൻ പോവുകയാണ്. ആമേൻ. ചില കെട്ടുകളെ അഴിച്ച് വിടുവിക്കുന്ന ഒരു ദൈവ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ്, ഒരു കുതിച്ചെഴുന്നേൽപ്പ്. ദൈവാത്മാവിനോട് പറയുന്നത്, ഹാലിലെ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിനെ പടിവാക്കി ഇരുന്നവൻ അവൻ സ്വതന്ത്രം അവന്റെ കൈ പിടിച്ച് പത്രോസ് എഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ കാലും നരിയാണി ഉറച്ചതുപോലെ ചില മേഖലകളെ ഇളകിക്കിടന്ന ചില മേഖലകളെ ഉറപ്പിച്ച് ഞാൻ പണിതെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ആമേൻ. അർക്കനാശ ചില ഇളക്കങ്ങളൊക്കെ മാറട്ടെ. ആമേൻ. ശബന ഘടക സീസുന അറക്കസി അന്തവൈരി കട്ടുകെട്ടി വന്താന് കെട്ടി അന്തരക്കെട്ടി എല്ലാ കെട്ടുകളും പൊട്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പലൊരു ഡെലിവറൻസ് ആ കൂടാരത്തിനകത്ത് ദൈവം തന്നെ ദൈവാത്മാവിനോട് ഇടപെടുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നെ ദൂതനെ അയച്ച് ചിലടത്ത് വിടുതൽ നടക്കാൻ പോവുകയാണ്. ആമീൻ. ഹൽബാൻ എല്ലാവരും പ്രാർത്ഥനയോട് ദിവസം ഇരുന്നാട്ടെ. ആമീൻ. ഹർദാനകശസ്യ ജോയി ജോർജ് കർത്താവിനോട് ദൈവാത്മാവ് വീണ്ടും ഇടപെടുകയാണ്. ഹാലലി സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ സ്തോത്രം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഏറിയ നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരും. സ്തോത്രം. ഹാലലിയ സ്തോത്രം ചെയ്യുന്നു. ചിലത് മടങ്ങി വരുന്നത് കാണാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ചിലത് മടക്കി കിട്ടാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി സ്തോത്രം ചിലത് നീ നഷ്ടപ്പെടുത്തിയെങ്കിൽ അതിന്റെ പ്രതിഫലം വെളിപ്പെട്ട് വരാമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവനാമം നിമിത്തം നഷ്ടപ്പെട്ടതിന് 100 മടങ്ങ് പ്രതിഫലം തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ആമൻ ചിലത് മടക്കി തരാൻ പോവുകയാണെന്ന് 22 ആമൻ ദൈവം ചേരുന്ന ചില പ്രത്യേക കരുതലുകൾ അബ്രഹാമിന് വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ കരുതിയതുപോലെ ചില പ്രത്യേക കരുതലുകൾ കാണുന്ന വർഷമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. ലതാ ദിലീപ് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജീവിതത്തിന് മുന്നിൽ നിന്റെ കുടുംബത്തിന് മുമ്പിൽ ശത്രു വരച്ച ചില രേഖകളുണ്ടെന്ന് ദൈവാത്മാവ് ദർശിക്കുന്നു. രേഖകളെ ദൈവം തിരുത്താൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അടകന ശിഖന അർഗക്ഷസി അതിനിട്ട് ബന്ധിച്ച ചില ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ സന്ധ്യയെങ്കിൽ അഴിഞ്ഞു മാറട്ടെ. ചില കെട്ടുകളെ അഴിച്ച് ചില അതിരിനെ വിശാലമാക്കുന്ന ഞാൻ യഹോവയോട് വെല്ലുവിളിച്ചു, എന്നോട് കൃപ തോന്നി എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന് വായിക്കുന്ന പോലെ ഒരു വിശാലതയുടെ അനുഭവം മുന്നിൽ വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഇതിനകത്ത് കടഭാരമായിട്ട് ആരൊക്കെ ഇരിപ്പുണ്ടോ അവരോടെല്ലാം ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു നിറവിന്റെ ദൈവത്തിനാൻ പോവുകയാണ്. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. ഞെരുക്കത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. ഞെരുക്കമിടുന്ന ശക്തികൾ വിട്ട് അടിഞ്ഞു പോകട്ടെ. അനുഭവം
അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. അസാധാരണമായ ശുശ്രൂഷയ്ക്കായി ദൈവം ചിലരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുകയാണ്. ആമേൻ. വർത്തനജഗനം പുരകടകനകം അർത്ഥാനഗജം ഭൂരക്ഷാനം വൈരകഠം ആമൻ അൽക്കന അർഗശസ്യ നെഞ്ചിനുള്ള വേദന, നെഞ്ചിന് വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അർബാനകശസ്യാനക അർദ്ധനാരകശ ചെവി അടഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾക്ക് ഇപ്പോൾ ദൈവം വിടുതൽ തരാൻ പോവുകയാണ്. ചെവിയുമായി ബന്ധപ്പെട്ട ഒരു ദൈവിക സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. അർദ്ധലഘടകം ദൂരഘട്ടകം അത്തവൈരുഘട്ടം പത്താറുകെട്ടുഘട്ടം യേശുവിന്റെ നാമത്തിൽ അവൻ മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു, മരിച്ചവൻ എഴുന്നേറ്റ് വന്നു, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ വായിക്കുന്ന പോലെ നിന്റെ കരത്തിലേക്ക് ദൈവം ചില ഡെലിവറി കൈമാറാൻ പോവുകയാണ്. നിന്റെ കരത്തിലേക്ക് ചില വിടുതൽ ദൈവം കൈമാറാൻ പോവുകയാണ്. ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. അവൻ വത്സമ്മപ്പോൾ എന്ന് പറയുന്ന ആ ദേവശ്രീ കുടുംബത്തോട് ദൈവാത്മ പറയുന്നു, അവൻ ചില കരത്തിലേക്ക് ഏൽപ്പിക്കാൻ പോകുകയാണ്. തലമുറ സംബന്ധമായുള്ള ചില ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവാത്മ ഇടപെടുന്നു. നിന്റെ തലമുറയുടെ മേൽ കെട്ടിയ കെട്ടുകളെ ദൈവം അഴിക്കുകയാണ്. ആ തലമുറയെ ബന്ധിച്ച ബന്ധനങ്ങളെ ദൈവം അഴിക്കുകയാണ്. ചില വിടുതലുകളെ ദൈവം കൈമാറുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതരജഘട്ടം വൈശഘട്ടകത്തനം അർത്ഥപാലകക്ഷം വൈദക്കാരകക്ഷ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. തലമുറയെ യാഗപീഠത്തിൽ വെച്ച് അബ്രഹാം ദൈവസ്ഥനി നിന്നതുപോലെ ആമേ തലമുറ സംബന്ധമായ ചില വിഷയങ്ങളുമായി ദൈവസ്ഥനി ഇരിക്കുന്ന വ്യക്തികളോട് ഇന്ന് കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. അവന്റെ കെട്ട് ഞാൻ അഴിക്കുക, അവനെ ഞാൻ പുറത്ത് കൊണ്ടുവരിക. തലമുറയുടെ ഉദ്ധാരണവുമായി ബന്ധപ്പെട്ട്, അവന്റെ യാത്രയുമായി, അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, ചിലരുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഭാരമൊഴിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ ഒരു വിടുതൽ ദൈവാത്മ കൈമാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറ സംബന്ധമായുള്ള സകല പ്രശ്നങ്ങൾക്കും ഇപ്പോൾ പരിഹാരം ഉണ്ടാകട്ടെ, ഉദ്ധാരണങ്ങൾ ഉണ്ടാകട്ടെ. ഉദ്ധരിപ്പിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, അവന്റെ മഹത്വം ഇന്ന് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. നിന്റെ കൃപ വ്യാപരിക്കുന്നതിനായ സ്തോത്രം, നിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായ സ്തോത്രം. നീ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നുവല്ലോ, സ്വർഗം തുറന്ന് ചിലത് പകരുന്നുവല്ലോ. ഇന്ന് കർത്താവേ, ഈ വചനത്തിൽ കൂടെ ദൈവാത്മ ചില ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനായ സ്തോത്രം. ചിലതിനെ ജീവിപ്പിക്കുന്ന വീട് പണിയുമായി ബന്ധപ്പെട്ട് ചില പണികൾ ദൈവം നടത്താൻ പോകുക കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. വസ്തു സംബന്ധമായ ചില വിഷയങ്ങളുടെ മേൽ ചില വിടുതലുകൾ ദൈവാത്മ ഇതിനകത്ത് കൈമാറുന്നുണ്ട്. ആ തലമുറയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില വിടുതലുകൾ ഇതിനകത്ത് ദൈവാത്മ കൈമാറാൻ പോവുകയാണ്. അർത്ഥന ഋഷസ്യാനുക അർത്ഥന ഋഷി വനക ഋഷസ്യാനുക ചില യാത്രയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളെ ദൈവാത്മ ഇന്ന് പല എടുത്തു മാറ്റുകയാണ്. ചില ശാപങ്ങളെ ദൈവം അഴിച്ചു മാറ്റുമെന്ന് ദൈവം വ്യക്തമായ ആലോചന പറയുന്നു. ശാപം മുഖാന്തരം കടന്നു വന്ന ചില അന്യായ ബന്ധനങ്ങൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിച്ചാൽമാവിലൊന്ന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ന്യായപ്രമാണത്തിന് ശാപത്തിൽ നിന്ന് നമ്മളെ വിലക്കി വാങ്ങി ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ശാപങ്ങളെ അടിച്ചു മാറ്റുന്ന വിട്ടുവീക്കുന്ന ഒരു ദൈവപ്രവർത്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരുന്നു. നാളുകളായി ശവിക്കപ്പെട്ട് കിടക്കുന്നതായ ചില മേഖലകളുടെ മേൽ ഇന്നുപോലെ ഒരു വിടുതൽ ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികൾ അസ്ഥി താഴ്വരയിൽ കിടന്നതുപോലെ എണ്ണി തീരാൻ കഴിയാത്ത വിധത്തിൽ വലിയ അധികം ഒരു കൂട്ടമായി ശൂന്യമായി കിടക്കുന്ന അസ്ഥി മാത്രമായി കിടക്കുന്ന ആ താഴ്വരയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് വന്ന് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വന്ന പോലെ വലിയൊരു കൂട്ടത്തിന്റെ വിടുതൽ ഈ 2022 നടക്കാൻ പോകുകയാണ്. ദൈവദാസനെ ദൈവാത്മാ പറയുന്നു, കൂട്ടമായി ചില സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു, കൂട്ടമായി അഭിഷേകത്തിന്റെ നിർവചനം പ്രാപിക്കാൻ പോകുന്നു, കൃപാവരങ്ങളുമായി കൂട്ടമായി ചിലർ എഴുന്നേൽക്കാൻ പോകുന്നു. അതനജകന അസാധാരണമായ ഒരു ദൈവ പ്രവർത്തിക്കാൻ ഈ ദിവസം ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്.
വലിയത് ദൈവത്തെ പ്രതീക്ഷിക്കുക. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. വലിയ ദർശനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. വലിയ വാഗ്ദത്തമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആഴമേറിയ ദൈവ പ്രവർത്തിയുടെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കി കൊണ്ടുപോകാൻ പോകുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അങ്ങ് ജയിക്കയില്ലെന്നുള്ള ദൈവവചനപ്രകാരം ദൈവത്തിന്റെ വലിയ പണി നടക്കാൻ പോകുന്നു. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വലിയ പ്രൊജക്ടുകൾ വലിയ പ്രൊജക്ടുകൾ ദൈവാത്മാവ് ഫലമേൽപ്പിച്ച് അത് വലിയ കാര്യങ്ങളെ ചെയ്യിക്കുന്ന ആഴമേറിയതിലെ ദൈവ പ്രവർത്തികൾ ഈ സഭയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവിന് ചെയ്തെടുക്കാനുണ്ടെന്ന് വ്യക്തമായി ദൈവാത്മാവ് ആലോചന കൈമാറുന്നു. മോശയെ അഭിഷേകം ചെയ്തതുപോലെ വലിയൊരു കൂട്ടത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ കരങ്ങൾ എടുത്ത് ഉപയോഗിച്ചതുപോലെ വലിയൊരു കൂട്ടത്തെ ഇനിയും പുറത്തു കൊണ്ടുവരുവാൻ ഉണ്ടെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കട്ടെ. ആഴമേറിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. ആഴമേറിയ ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആഴമേറിയ പരിശുദ്ധാത്മാവിന്റെ തലങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. സ്വത്രം ആത്മാവിന്റെ ആഴമേറിയ തലങ്ങളിലേക്ക്, ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കിക്കൊണ്ടുപോകുന്ന ദിവസങ്ങൾ വരുന്നു. സ്വത്രം കൂട്ടമായ വിടുതലുകൾ കാണത്തക്ക നിലയിൽ മീൻകൂട്ട അകപ്പെട്ട വല കയറ്റിയതുപോലെ കൂട്ടമായുള്ള ഡെലിവറൻസുകൾ ദൈവാത്മാവ് തരാൻ പോകുന്നു. ഒരു വലയെ ഇറക്കിയുള്ളൂ, പക്ഷേ കയറിയത് ഒരു മീൻ മാത്രമല്ല കേട്ടോ. സ്വത്രം ചെയ്യുന്നു. അത് നിറയെ കയറിയതുപോലെ ഒരു വല മതി, പക്ഷേ നിറയെ ആത്മാക്കളെ നൽകിക്കൊണ്ട് ആഴമേറിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെട്ട് വരുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശാലതയിലേക്ക് പോകത്തക്ക നിലയിൽ ദൈവം കാര്യങ്ങളെ കൊണ്ടുവരുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം യോസേഫിന്റെ മക്കൾ യോശുവയോട് എന്ന് പറയുന്നു, ഞങ്ങൾക്ക് ഈ ദേശം പോരാ. സ്തോത്രം ഞങ്ങൾക്ക് തന്ന അവകാശത്തെ അതിനകത്ത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഇനിയും ദേശങ്ങളെ വേണമെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹെബ്രോൻ വെട്ടിപ്പിടിക്കത്തക്ക നിലയിൽ, ചില ദേശങ്ങളെ വെട്ടിപ്പിടിക്കത്തക്ക നിലയിൽ ദൈവം ശക്തീകരിച്ചതുപോലെ, യോസേഫിന്റെ മക്കളെ ശക്തീകരിച്ച പോലെ മലനാട് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് അതിനെ അവകാശമാക്കുവാൻ അനാക്യമല്ലന്മാരെ നീക്കിക്കളയുവാനുള്ള അധികാരത്തിന്റെ ശക്തിയുമായി പുറപ്പെടുവിക്കുന്ന ദിവസങ്ങൾ മുന്നിൽ വരാൻ പോകുന്നുവെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടം പോരാ, സ്ഥലം പോരാ എന്ന് പറഞ്ഞു വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞുവെങ്കിലും വ്യക്തിപരമായി നിങ്ങൾ ഏറ്റെടുക്കുക. നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ അസാധ്യമായിട്ടൊന്നും തന്നെയില്ല. ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിനെ അടയ്ക്കാം. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ രാത്രി ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ 2022 സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അത് ഇതുവരെ അടഞ്ഞിട്ടില്ല. അടഞ്ഞ ഒരു സ്വർഗത്തിന്റെ കീഴിലല്ല നീ യാത്ര ചെയ്യാൻ പോകുന്നത്. തുറന്നൊരു സ്വർഗത്തിന്റെ കീഴിൽ നീ യാത്ര ചെയ്യാൻ പോവുകയാണ്. അവിടുന്ന് ചിലത് പകർന്നു തന്നുകൊണ്ടിരിക്കുക, അവിടുന്ന് അരളി ചെയ്തുകൊണ്ടിരിക്കുക, അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക, അവിടുന്ന് ആലോചന വന്നുകൊണ്ടിരിക്കുക, അവിടുന്ന് കാര്യങ്ങൾ തുറന്നു വന്നുകൊണ്ടിരിക്കുക. അവൻ ആഴമേറിയ ദൈവ പ്രവൃത്തിയിലേക്ക് തുറക്കപ്പെട്ട ഒരു സ്വർഗത്തിന് കീഴിൽ ഈ 2022 നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. അതിന്റെ മുമ്പിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൻ കീഴിൽ ആർക്കുകയും ചെയ്യുന്നവൻ അവന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. അവൻ ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെ ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിക്കുന്ന സ്വകാര്യത്തെ അവന് പേടിപ്പാനില്ല. അവന്റെ വശത്ത് 1000 പേരും അവന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് അവനോട് അടുത്ത് വരികയില്ല. അവന്റെ കൂടാരത്തിൽ അനർത്ഥം വരികയില്ല. ഒരു ബാധ അവനോട് അടുക്കുകയില്ല. ആ ബാലസുഖത്തെ പെരുമാവനെ അവൻ മെതിച്ചു കളയുക. ഇന്ന് ദൈവാത്മാവ് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവ് അതിനോട് ഇടപെടുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ഇരുന്നാൽ ഈ 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിന്റെ നിറവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ആലോചന പറയുകയാണ്. തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഇരിക്കുന്നവൻ സർപ്പത്തെ പിടിച്ചെടുക്കുക, അവൻ ബാലസിംഹത്തെ പെരുമാവനെ വിധിച്ചു കളയും. ദൈവാത്മാ പറയുന്നു, അവൻ കർത്താവിനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ വിടുവിക്കുക. അവനവന്റെ നാമത്തെ അറിയാൻ അവനെ ഉയർത്തുക. അവനെ വിളിച്ചപേക്ഷിക്കുക. യഹോവ അവൻ ഉത്തരമരുളുവാൻ ഇടയായി തീരുക. അവനെ വിടുവിച്ച് മഹത്വം
മഹത്വപ്പെടുത്തും. ഒരു മഹത്വം അവിടെയും വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ, സ്തോത്രം. ദീർഘായുസ്സുകൊണ്ട് അവനെ തൃപ്തി വരുത്തി ആ രക്ഷയെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ദൈവ പ്രവർത്തിക്കായി ഈ സഭയെ വേർതിരിച്ച് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ഈ വചനത്തിന് നിവർത്തികൾ ഉണ്ടായി വരട്ടെ. അത്ഭുതം കർത്താവ് ചെയ്യണം. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രകാരം കടന്നു വന്ന ദൈവജനം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട്, ഈ മിനിസ്ട്രിയോട് നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ് എന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു. ബീഹാർ, കർണാടക, ഹിമാചൽ പ്രദേശ്, ഹാലലിയ, പഞ്ചാബ്, ഹാലലിയ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹാലലിയ രാജസ്ഥാനിൽ ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് കൃപ നൽകി. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ച് ഇന്നലെ അയക്കുവാൻ ഇടയായി തീർന്നു. ഹാലലിയ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. ഞങ്ങൾ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ 366 ദിവസത്തിൽ നമ്മുടെ കടന്നു വരുകയും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിന് നല്ല നിശ്ചയങ്ങൾ പരിശുദ്ധ നിയോഗത്തോടെ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത പ്രിയദാസൻ പ്രിയപരിചിത്തോടെ നന്ദിയെ ഈ തണത്തിൽ എന്റെ വ്യക്തിപരമായ പേരും സഭയുടെ പേര് അറിയിക്കുകയാണ്. കർത്തദാസന്റെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷകളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, തന്റെ പ്രവർത്തന മേഖലയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞങ്ങളെ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവചനത്തോട് സമൂഹമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് അറിയിച്ച വാക്തങ്ങളുടെ മുമ്പിലേക്ക് ഹല്ലേലൂയ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ ഖബാർ നദീതീരത്ത് പ്രവാസിയുടെ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറു ദൈവം അല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം ഒരു അവധി പറഞ്ഞാൽ ആ അവധിക്ക് സംഭവിക്കും. ദൈവമായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അതേ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം തികഞ്ഞപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി എന്ന് വായിക്കുന്ന പോലെ ദൈവം ഒരിക്കലും സമയം തെറ്റി പറയുകയില്ല. വ്യാജം പറയാൻ ദൈവം മനുഷ്യല്ല, അനത വയ്പാൻ അവൻ മനുഷ്യപുത്രനും അല്ല. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് സ്നേഹവാനായിരിക്കുന്നേ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സംഭവബഹുലമായ ഒരു രാത്രികാലം കൂടെ അടിയങ്ങളെ വിട്ട് കടന്നു പോകാനായി കർത്താവേ, ഈ രാത്രികാലം കർത്താവെ നല്ല ദൂതുകളെ അവിടുന്ന് പ്രകാശിപ്പിച്ച ദൈവത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. അടിയങ്ങളോട് ഓരോരുത്തരോടും കർത്താവെ അവിടുത്തെ സ്വർഗീയ വെളിപ്പാടുകളെ അവിടുന്ന് അറിയിപ്പാൻ തക്കവണ്ണം പ്രിയ ദൈവദാസനെ അവിടുന്ന് ശക്തീകരിച്ച വൻകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് വലിയവനും വിശ്വസ്തനുമാണല്ലോ കർത്താവെ. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് അവിടുന്ന് ആയിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. അവിടുന്ന് ഹല്ലേലൂയ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. അടിയങ്ങളും ആ സ്വർഗം തുറന്ന അവസ്ഥയിലേക്ക് ആ ദിവ്യ ദർശനങ്ങളെ കണ്ട് ഹല്ലേലൂയ വരും ദിവസങ്ങളില് കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുന്നവരായി ശോഭിപ്പാൻ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ ദൈവദാസനെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്യുന്ന ദൈവിക പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം എന്റെ കർത്താവ് അവിടുന്ന് മാനിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജലത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോരുത്തരോടും അവിടുന്ന് കർത്താവ് ഇന്ന് രാത്രികാലം സംസാരിച്ചിരിക്കുക, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട ഹല്ലേലൂയ ദൈവിക ദൂതുകളെ ഹല്ലേലൂയ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ
പ്രകാശത്തിൽ നടപ്പാൻ ഹല്ലേലൂയ വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുന്നവരായി ശോഭിപ്പാൻ ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ ജോൺസൺ പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു. തനിക്ക് കൊടുത്തിരിക്കുന്ന ദർശനത്തിന്റെയും പരിസമാപ്തിയിലേക്ക് ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്നല്ലോ. ഹല്ലേലൂയ ദർശനങ്ങളൊക്കെ നടപ്പാകുവാൻ എന്റെ സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ വലിയൊരു കൂട്ടം ജനങ്ങളുടെ വിടുതലിനായി ഹല്ലേലൂയ ഒന്നിച്ചുള്ള ഒരു ആരാധനയ്ക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടുന്ന എല്ലാ ആത്മീയ ഭൗതികമായ വഴികളെ തുറന്ന് അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഹല്ലേലൂയ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഹല്ലേലൂയ പരീക്ഷയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ വിശേഷാൽ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തെ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു പരിശുദ്ധമാരുടെ കൂട്ടായ്മയും കരുതലും സഹവാസിപ്പോഴും വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പ്രിയപ്പെട്ട ഭൂമിയിലെ സകല വിശുദ്ധന്മാരെ ഇനി തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിനടുത്ത് വരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.